നൈറ്റ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 5 റിവ്യൂ ആണ്. സോ ഇതിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ മൂന്നാൾക്കാരുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞത് നോറ, സുരേഷ്, റോക്കിൻ്റെ സ്റ്റോറി അതിൽ പറയുന്നില്ല, എപ്പിസോഡിൽ പറയുന്നില്ല എന്ന് തോന്നുന്നു, കാണിക്കുന്നില്ല. നോറേൻ്റെ സ്റ്റോറിയാണ്. സുരേഷിൻ്റെ സ്റ്റോറി സാധാ പോലെ ഒരു ജസ്റ്റ് ഇങ്ങനെ സ്റ്റോറി കേൾക്കുക, അതിലുള്ളവർ തന്നെ കൂട്ടുപോയൊക്കെ ഉണ്ട്. പിന്നെ നോറേൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് കുറച്ച് സീനുള്ള രീതിയിലാണ് പറയുന്നത്. ആളുടെ പേര് അതല്ല, വേറെ പേര് വന്ന് നോറ എന്നല്ല പേര് എന്നുള്ളത് അത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങൾ പറഞ്ഞു. പിന്നെ ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര ഓർത്തഡോക്സ് ആണെന്ന് പറഞ്ഞു. അതിനുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫാമിലി ഉള്ളവർക്ക് എന്താ അറിയാം, ഭയങ്കര സീനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിയുന്നതും അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ പരിപാടിക്ക് വരാത്തതല്ലേ. കാരണം ഒന്നില്ലെങ്കിൽ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റണം. ജാസ്മിൻ എന്ന് പറഞ്ഞ ആളൊക്കെ നല്ലോണം അത് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നോറ എന്ന് പറഞ്ഞ ആൾ തൊട്ടതിനും തോണ്ടിനും എല്ലാത്തിനും അങ്ങോട്ട് പോയി കരയും, പിണങ്ങ, ഇങ്ങനെ ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളായിരുന്നു പറയാണ്. അതായത് ഇങ്ങനത്തെ പ്രോഗ്രാമിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ചിലപ്പോൾ കുറേ സ്ഥലത്തൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥ വരും. കഴിയുന്നതും നോറയൊക്കെ പെട്ടെന്ന് പുറത്തു പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. പിന്നെ രതീഷ് സുരേഷിനോട് ഇന്നലത്തെ ആ ഹഗ് ചെയ്തതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്പർ ഒരു എക്സ്പ്ലനേഷൻ ഒന്നല്ല, ചുമ്മാ എന്തൊക്കെയോ പറയുക. പിന്നെയും അയാളൊരു ഭാഗം ക്ലിയർ ചെയ്യാന്നുള്ളൂ. അയാൾ മിക്കതും സേഫായിട്ടാണ് പ്ലേ ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെറുതെ ചുമ്മാ വില്ലൻ വേഷം ബാക്കിയുള്ളവരെ വെറുപ്പിക്കും. എന്നിട്ട് എന്താ പറയുക, ജനങ്ങളുടെ ഇടയിൽ എല്ലാവർക്കും രതീഷിനെ അറിയാം എന്ന രീതിയിലാക്കി മാറ്റി നൈസായിട്ട് ഇനി അയാൾ നല്ല രൂപം ചമയുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നൈസായിട്ട് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറി നല്ല ഒരാളാവും. അല്ലെങ്കിൽ ജസ്റ്റ് അതായത് ജനങ്ങൾക്ക് ക്ലിക്കാവുന്ന രീതിയിൽ മിക്കതും രതീഷിന് നല്ല ഫാൻ ബേസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അർജുനും സിജോയും സുരേഷും കൂടി ആ ഒരു ഹഗ്ഗിൻ്റെ സീന് പറഞ്ഞു. സത്യമാണ്, രതീഷ് ഹഗ് ചെയ്ത ഏട്ടനെ പോലെയൊക്കെയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ജാന് അവരെ ഹഗ് ചെയ്തതും അതേപോലെ തന്നെയാണ്. ജാനിനെ മാത്രം എന്തുകൊണ്ട് അവർ വേറെയായിട്ട് കരുതുന്നു, വേറെ രീതിയിൽ കരുതുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. അത് ഇവർ 3 പേരും കൂടി സംസാരിച്ചിട്ട്. പിന്നെ പവർ ടീമിനൊരു പവർ ബെല്ല് എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. അത് ഇപ്രാവശ്യം വന്നതാണ്. ഇവർ പറഞ്ഞിട്ട് അത് ബെല്ലടിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും അനുസരിക്കണം എന്ന രീതിയിലാണ് ഈ ഒരു ബെല്ലിനെ കാണുന്നത്. അത് അവിടെ ഉണ്ടായ ചെറിയൊരു സീൻ ഉണ്ടായിട്ടുണ്ട്. രതീഷും ശ്രീലേഖയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായിട്ടുണ്ട്, സംസാരം. അപ്പോൾ ശ്രീലേഖ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് വന്നിട്ട് ഒരു മണ്ടത്തരം പറയുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ശ്രീലേഖ രതീഷിനോട് മിണ്ടാതിരിക്കാൻ പറയുന്നത് കോമഡി സംഭവമാണ് സത്യം പറഞ്ഞാൽ. രതീഷ് എന്ന് പറയുന്നത് ഈ ഒരു ബിഗ് ബോസിൽ തന്നെ ഭയങ്കരമായിട്ട് ഇളക്കി മറിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ആളുള്ളതുകൊണ്ടാണ് ചില സമയങ്ങളൊക്കെ ആ ഹൗസ് തന്നെ, ബിഗ് ബോസ് തന്നെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ആ വീടൊന്ന് ഇളക്കി മറിക്കാൻ കഴിവുള്ള ഒരാളാണ്. ആളെ മാറ്റി നിർത്തുന്നത് പറഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറൊരു ഫണ്ണായിട്ട് എന്തെങ്കിലും നമുക്ക് പവർ യൂസ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ശ്രീലേഖയ്ക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. ലൈക്ക് ഭയങ്കരമായിട്ട് സ്വന്തമായിട്ട് വന്നിട്ട് മണ്ടത്തരം പറയും. അതാണ് എനിക്ക് പലപ്പോഴും ആളുടെ തോന്നി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കുറേ സ്ഥലത്ത് ഗെയിം കളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്ക് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ അമ്മവേഷം കെട്ടാൻ വേണ്ടി അടി കൂടുകയാണോ എന്നൊരു ഡൗട്ട്. ഈ അഭിനയമൊക്കെ കണ്ടിട്ട് കുറേ അഭിനയങ്ങളൊക്കെ ആളെടുത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വെറുതെ അനാവശ്യമായിട്ട് ഒരു റോള് കളിക്കുക, ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക എന്ന രീതിയിലൊക്കെ. റോക്കിയായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, അതിൽ വെറുതെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുക. അതൊന്നും പറയുന്നതിലൊരു സുഖമില്ല. അതായത് അറിയില്ല, എന്തോ ഒരു മണ്ടത്തരം വിളിച്ച് പറയുന്നത്, പിന്നെ വെറുതെ അടി ഉണ്ടാക്കുക, അത്ര. പിന്നെ രതീഷുകാരന് ലക്ഷറി പോയിന്റ്സ് ഒക്കെ പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ സത്യമാണ്. ആ ഒരു രീതിയിലൊക്കെ രതീഷിനെ ഭയങ്കരമായിട്ട് റേസായി അവർ തമ്മിൽ സംസാരിക്കുന്നതിൽ ഭയങ്കര ഒരു കലഹം ഉണ്ടായിട്ട് നൈസായിട്ട് ഗബ്രി പറയുമ്പോൾ രതീഷ് അനുസരിച്ച്. അപ്പോൾ രതീഷിനോട് എല്ലാവരും ചോദിച്ചു എന്താണ് അതിൻ്റെ റീസൺ. ഗബ്രി ബെല്ലടിച്ചിട്ടാണ് എന്നോട് മിണ്ടായിരിക്കാൻ പറഞ്ഞത്. ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ രതീഷുകാരനാണ് ആ ഒരു സംഭവം, ആ പവർ യൂസ് ചെയ്തത്. ഒന്ന് ഗബ്രി നല്ല വൃത്തിക്ക് പവർ യൂസ് ചെയ്യുന്നുണ്ട്, അത് നല്ല കാര്യം. പിന്നെ രതീഷ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന്. രതീഷ് കുറേ സാഹചര്യത്തിൽ ഗെയിം മേക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഗെയിം മേക്കറാണ് രതീഷ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ രതീഷിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. വെറുപ്പിക്കുകയാണെങ്കിലും ഈ കാണികൾ രതീഷിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം അവിടെ ഒരു നല്ലൊരു കോണ്ടന്റ് ഉണ്ടാവുന്നത് ആര് കാരനാണ്? രതീഷ് കാരനാണ്. അപ്പം രതീഷ് വേണം. വെറുപ്പിക്കലാണ്, എന്നാൽ ആ ചങ്ങായുള്ളത് നല്ലതാണ്. കാരണം എല്ലാവരും രതീഷിനോടെ ചൂടാവുള്ളൂ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്തേനു രമീൻഷിയോ ആ മൂപ്പത്തി, എനിക്ക് അവളെ പേര്, അവളത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവളെ പേരെന്നെ കിട്ടുന്നില്ല. മൂപ്പത്തി രതീഷിനോടെ ചൂടാവുള്ളൂ. ജാൻമണി രതീഷിനോടെ ചൂടാവുള്ളൂ. അങ്ങനെ പറയാൻ രതീഷിനോടെ ചൂടാവുള്ളൂ.
വേറെ ആരോടും നടക്കുന്നില്ല. കാരണം എല്ലാവരും കൊട്ടുന്ന ചെണ്ടയിൽ ഒന്ന് നൈസായിട്ട് കൊട്ടി പോവുക. ഈ ഒരു സംഭവമാണ് രതീഷിനോട് എല്ലാവരും ചെയ്യുന്നത്. ഒരു കണക്കിന് രതീഷുള്ള എത്രയോ നല്ലത്, എത്രയോ ആൾക്കാരും ഉണ്ടായിരിക്കുന്നത് അവിടെ സംസാരിക്കുന്നത് രതീഷുകാരനാണ്. പിന്നെ ഈ ഒരു കച്ചറയ്ക്കൊക്കെ ശേഷം ഈ ഒരു ഗെയിം ഉണ്ടായിരുന്നു, ട്രൂത്ത് ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളെ ശരിയായതും തെറ്റായ കാര്യങ്ങൾ, അതായത് ഇതൊരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ പോലെയാണ്. കാരണം ബിഗ് ബോസിൽ ഉള്ള ആൾക്കാരെ അവരുടെ ലൈഫിൽ ഒന്നില്ലെങ്കിൽ അവരുടെ അമ്മേൻ്റെ പേരോ ഭാര്യൻ്റെ പേരോ അങ്ങനത്തെ രീതിയിൽ, പിന്നെ അവർ നടന്ന സംഭവങ്ങൾ, അവർ അഭിനയിച്ച പടങ്ങൾ, അങ്ങനെ സംഭവങ്ങളൊക്കെ, അതായത് ഇവരെ കുറിച്ച് അറിയാനുള്ള സംഭവം കൂടിയാണ് അത്. അപ്പോൾ ശരിയായ കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് ഒരു ബോഡി ഉണ്ടാവും, അവരൊരു സ്റ്റാച്യു മാതിരി ഒരു സംഭവം ഉണ്ടാവും, ഫ്ലക്സ് പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് തെറ്റായ കാര്യം അവിടെ നിന്ന് മാറ്റി വെക്കുക. ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ ഗെയിം. സിമ്പിൾ ഗെയിമാണ്. ഫസ്റ്റ് കളിച്ചത് നെസ്റ്റാണ്, സിജോന്റെ ടീം. പിന്നെ കളിച്ചത് ഡെന്നാണ്, അപ്സരയും മറ്റേ റോക്കിൻ്റെ ഒക്കെ ടീം. പിന്നെ കളിച്ചത് ടണലാണ്. ഇതിൻ്റെ ടണലിൻ്റെ കളിക്കുന്നതിൻ്റെ ഇടയിൽ റോക്കിൻ്റെ ഒരു സംസാരം ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കോമഡി സാധനമാണ്. റോക്കി പറയുക, ഇവരെന്തെങ്കിലും കള്ളത്തരം പറഞ്ഞതാണോ, അത് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞതാണ്. എൻ്റെ പൊന്ന്, എന്തൊക്കെ മണ്ടത്തരാണ് റോക്കി അവിടെ വിളിച്ചു പറയുന്നത്. നമുക്കിങ്ങനെ തോന്നും, ഇവരിത്ര പൊട്ടന്മാരാണോ? കാരണം അത് നമുക്ക് പലപ്പോഴും തോന്നും ഇവരിങ്ങനെ, അത് ചിലപ്പോൾ ഓവറായിട്ട് ചിന്തിച്ചിട്ട് ഓവർ മണ്ടനായി പോയതാണ്. പാവണ്ടാവും, പാവം ചെങ്ങയാണ്, വലിയ സംഭവമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ ഇടയിൽ ജിൻഡോ കോമഡി കേട്ടോ. ജിൻഡോനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമാണ്. മുപ്പര് കിളി കേട്ടോ, മുപ്പര് പാവം ചെങ്ങയാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടിയ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 8ലാണ് മാർക്ക്. അപ്പോൾ 8ൽ ഡന്നിന് കിട്ടിയത് 4 പോയിന്റ്സ് ആണ്, 4-ൽ 8ആണ്. ടണലിന് കിട്ടിയത് 3-ൽ 8ആണ്. നെസ്റ്റിന് കിട്ടിയത് 6-ൽ 8ആണ്. അങ്ങനെ കഴിഞ്ഞ ഇന്നലത്തെ ഗെയിമിലും നെസ്റ്റാണ് ജയിച്ചത്, സിജോന്റെ ടീം. ഇന്നത്തെ ഗെയിമിലും സിജോന്റെ ടീം നെസ്റ്റാണ് ജയിച്ചത്. കാരണം അവർക്ക് 2 പോയിന്റ്സ്, ഇന്നലത്തെ കളി ജയിച്ചുകൊണ്ട് 2 പോയിന്റ്സ് കിട്ടി, ഇന്നത്തെ കളി ജയിച്ചുകൊണ്ട് 2 പോയിന്റ്സ് കിട്ടി. അങ്ങനെ 4 പോയിന്റ്സ് ടോട്ടൽ നിൽക്കുന്നുണ്ട്. ബാക്കി ഡന്നിന് 2 പോയിന്റ്സും, ടണൽ 0 പോയിന്റ്സ്. ആര്? രതീഷിന്റെ ടീമാട്ടോ ടണൽ. രതീഷ്, ജാസ്മിൻ ഇവരുള്ള ടീമാണ്. അങ്ങനെ മുന്നോട്ട് പോയി. ഇനി നാളെ ആയിരിക്കില്ലേ, നാളെ പവർ ടീമായിട്ടൊരു മാച്ച് വരും. സോ അതിൽ ജയിക്കുകയാണെങ്കിൽ അവർക്ക് പവർ ടീം ആവാനൊരു അവസരം ഉണ്ടാവും. സിജോ ഒക്കെ പവർ ടീം ആയി കഴിഞ്ഞാൽ നല്ലൊരു പ്ലേ വരും. പക്ഷെ അതിൽ നോറ ഉണ്ട്. നോറ നല്ലോണം കളിക്കുമെന്ന് അറിയില്ല. അവർക്ക് എവിടെയോ എന്തൊക്കെയോ ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു കളിച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ മാത്രമല്ല, ഈ ലിമിറ്റ് മാത്രമല്ല, ഇവർ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇവർ ഭയങ്കര വീക്കാണ്. എല്ലാ സമയത്തും പുറത്ത് തട്ടിയിട്ട് എടാ നീ കരയണ്ട എന്ന് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കാരണം ഇതൊരു കോമ്പറ്റീറ്റീവ് ഗെയിമാണ്. ഈ ഒരു ഗെയിമിൽ നിങ്ങൾ ഒരിക്കലും തളരാൻ പാടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനത്തെ ഗെയിമിൽ. ശരിയാണ്, അവരെ ലൈഫൊക്കെ ചിലപ്പോൾ ഭയങ്കര സീനായിരിക്കും, അവർക്ക് താങ്ങാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല, ആരും മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു ഗെയിമിൽ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞു. നാളെ പവർ ടീമായിട്ട് ചിലപ്പോൾ മാച്ച് വരും. ഇവരെന്തിനാണ് ബിഗ് ബോസ് എന്തിനാണ് ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും ഭയങ്കരമായിട്ടുള്ള ഫ്ലേർട്ടിംഗ് ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ലൈക്ക് ഒരു ഫ്രണ്ട്സ് പോലെയല്ല, അതിൽ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്, പക്ക ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഫ്ലേർട്ട് ചെയ്ത് കളിക്കും, എന്നാലും ഇത് വേറെ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇനി അവർ ലവ് ആണോ? ഭയങ്കരമായിട്ട് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഞാൻ ജസ്റ്റ് ഒരു തമ്മിലിട്ടാൽ അതെല്ലാവരും ചാടി കയറും. അതിൻ്റെ കാരണം എന്താ? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. മെയിനായിട്ട് ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി പ്ലെയറാണ്, പ്ലസ് ഒരു കാട്ടുകോഴിയാണ്. ജാസ്മിൻ അറിയുന്നവർക്കറിയാം, ഒരു കാട്ടുകോഴിയാണ്. അത് ജബ്രീനെ പലപ്പോഴും പറഞ്ഞിട്ട് വരും കാട്ടുകോഴി എന്നുള്ള രീതിയിൽ. പക്ഷേ ജബ്രി എപ്പോഴോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, നോറേനെയാണ് അവനിഷ്ടം എന്നുള്ളത്. ഓക്കെ, അവിടെ പക്ഷേ ഇവർ തമ്മിൽ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും നൈസായിട്ട് ഒരു പ്ലേ നടത്തുന്നുണ്ടാവും. കാരണം ഏതൊരു ബിഗ് ബോസ് സീസണിൽ എടുത്തു കഴിഞ്ഞാലും ഒരു റൊമാൻറ്റിക് ടോൺ അവിടെ കാണും. ഈ റൊമാൻറ്റിക് ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുകഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു കോണ്ടൻ്റ് ആണ്. മാത്രമല്ല അവരെല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും. സോ ഇത് രണ്ടും ഗബ്രി നല്ലൊരു പ്ലെയറാണ്, പ്ലസ് ജാസ്മിൻ ഒരു നല്ലൊരു പ്ലെയറാണ്. സോ നല്ല 2 പ്ലെയേഴ്സ് ഇവർ നൈസായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ അഭിനയിക്കുകയാണോ അറിയില്ല. അഭിനയിച്ച് കളിച്ചു കഴിഞ്ഞാൽ എന്തായാലും നല്ല വാച്ചിങ് ഒക്കെ ഇവർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നല്ല വ്യൂസ്, ഇവരെ പോർഷൻസ് ബിഗ് ബോസ് കട്ട് ചെയ്യാനും ചാൻസ് ഉണ്ടെന്ന് ഇവർക്ക് നല്ലോണം അറിയാം. സോ അപ്പം നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഇതൊരു ഗെയിമാണോ, ഇവർ കളിക്കുന്ന ഒരു ഗെയിമാണോ, അല്ലെങ്കിൽ അവർക്ക് റിയലായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ
സബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത്. കുറേ വ്യൂസ് ഒക്കെ ചറവറ കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് ലൈക്കും സബും വളരെ കുറവാണ്. സോ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.